ഖൗമുൻ ഒരു വിഭാഗം ആളുകൾ മിൻ ബനി ജിൽദത്തിന നമ്മുടെ ആളുകളാണ് യതകല്ലമൂന ബിഅൽസിനതിന നമ്മൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നവർ വയുസല്ലൂന ഇലാ ഖിബ്ലതിന നമ്മുടെ ഖിബ്ലയിലേക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നവർ അൽസിനതുഹും അൽസിനതുൽ അറബ് അവരുടെ നാവ് അവരുടെ ഭാഷ അവരുടെ പദപ്രയോഗങ്ങൾ മുസ്ലിമീങ്ങളായ ആളുകളുടെ അറബികളുടെ പദപ്രയോഗങ്ങളാണ് പക്ഷേ വഖുലൂബുഹും ഖുലൂബുൽ അആജിം ഹാർട്ടിന്റെ ഉള്ളിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്നത് അമുസ്ലിമിന്റെ സംസ്കാരമാണ് അമുസ്ലിമിന്റെ സംസ്കാരം ഹാർട്ടിന്റെ ഉള്ളിൽ പക്ഷെ ആളും സ്വലാത്ത് നിസ്കാരത്തിന് വരുന്നുണ്ട് യാ അല്ലാഹ് എല്ലാ പരിപാടിക്കും സജീവമാണ് പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എന്തുണ്ട് പാശ്ചാത്യ സംസ്കാരത്തോട് ആജിമിന്റെ ഇസ്ലാമിന് അന്യമായ സംസ്കാരങ്ങളോടൊക്കെ വലിയ ഇഷ്ടമാണ് എന്താണ് ഇങ്ങനത്തൊക്കെ എങ്ങനെ അർത്ഥം പറയാ നരകത്തിന്റെ വാതിലുകളിലേക്ക് വിളിക്കുന്ന ആളുകളാണ് നരകത്തിന്റെ വാതിലുകളിലേക്കായി ഇവർ വിളിക്കുക ആരവർക്ക് മറുപടി കൊടുക്കുന്നുവോ ആരവർ പറയുന്നത് സ്വീകരിക്കുന്നുവോ അവരെ പിടിച്ചവർ നരകത്തിലേക്കാണ് ഇട്ടുകൊടുക്കുന്നത് ആള് മുസ്ലിമീങ്ങൾ തന്നെ പക്ഷെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇസ്ലാമല്ല ഞങ്ങളോട് ചോദിച്ചു ഹബീബായ നബിയേ ഇത്തരക്കാരെ ഞാൻ കാണാനിടയായാൽ അവർ ഖുർആൻ ഓതുന്നുണ്ട് അല്ലേ അറബി പറയുന്നുണ്ട് ഹദീസ് പഠിക്കുന്നുണ്ട് നിസ്കരിക്കുന്നവരാണ് പക്ഷേ ഉള്ളിലുള്ള ഇസ്ലാമിനോടൊക്കെ വലിയ പുച്ഛമാണ് ഇതിനോടൊക്കെ തീരെ ഇമ്പക്കുറവ് ഇഷ്ടം മറ്റു പലതിനോടുമാണ് അങ്ങനത്തെ അവരെ ഞാൻ കണ്ടാൽ എന്ത് ചെയ്യണം ഇൽസം ജമാഅത്തൽ മുസ്ലിമീന വ ഇമാമഹും മുസ്ലിമീങ്ങളുടെ ജമാഅത്തിന്റെ കൂടെ നിൽക്കണം മുസ്ലിമീങ്ങളുടെ സംഘത്തിന്റെ കൂടെ നിൽക്കണം ഒറ്റക്കുണ്ടായാൽ തട്ടിക്കൊണ്ടുപോകുന്ന പിശാച് മുഅ്മിനീങ്ങളുടെ കൂടെ നിൽക്കുക ജമാഅത്തിന്റെ കൂടെ നിൽക്കുക ഇൽസം ജമാഅത്തൽ മുസ്ലിമീന വ ഇമാമഹും അവർ മുസ്ലിമീങ്ങളുടെ നേതാവ് എന്ത് പറയുന്നു അത് കേട്ടേക്കണം മുസ്ലിമീങ്ങളുടെ ജമാഅത്തിന്റെ കൂടെ നിൽക്ക് വിഘടിച്ചു പോകല്ല കൂടെ നിൽക്ക് ഒരുമിച്ച് നിൽക്ക് വിഘടനം എളുപ്പമാണ് മുറി കൂട്ടിച്ചേർക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല അതുകൊണ്ട് ഒപ്പം നിൽക്ക് നമ്മളെ കൊണ്ടൊരു വിഘടനം ഉണ്ടാവരുത് എന്നെ കൊണ്ട് ഇവിടുത്തെ പള്ളി വിളിക്കേണ്ട അവസ്ഥ എന്നെ കൊണ്ട് മദ്രസ ഊരി വെക്കേണ്ടത് എന്നെ കൊണ്ടൊരു ഫിത്തന ഇവിടെ വരരുത് അങ്ങനെ നീ ചിന്തിച്ചോ ആരോട് പറഞ്ഞു കൊടുക്കുക പറഞ്ഞു നബിയേ ഒരു കാലത്ത് അങ്ങനെ ഒരു മുസ്ലിമീങ്ങളുടെ സംഘം കിട്ടാനില്ല ഒരു ഇമാമും അവർക്കില്ല ഞാൻ എന്ത് ചെയ്യണം നിന്റെ പൊരയിലിരുന്നോ പുറത്തിറങ്ങണ്ട അങ്ങനത്തെ കാലം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത് മുസ്ലിമീങ്ങളായ ആളുകൾ ഇസ്ലാം ഇഷ്ടപ്പെടാത്തത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ എന്ന് പറഞ്ഞാൽ ഈ വാതിന് പോകുന്ന ആൾക്കാരെന്നെ ഗാനമേളക്കും പോകും അല്ലേ എല്ലാം നല്ല എല്ലാറ്റിനും വാദനും റെഡിയാണ് റൂസ് പരിപാടിക്കും റെഡിയാണ് ഗാനമേള അതിനും വരനൊക്കെ തന്നെ ഉണ്ടാവുക ഉള്ളിന്റെ ഉള്ളിൽ പാശ്ചാത്യ സംസ്കാരം ഇത് പാടില്ലാത്ത സംഗതി ഈ ഗാനമേളക്കൊന്നും ഒരു ഫത്വയും ഒരു സംഘടനയൊന്നും കിട്ടൂലല്ലോ എനിക്ക് അതാണ് അത്ഭുതം ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യൻ ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ കലാമിനോട് സ്നേഹമുള്ള ഒരാൾക്ക് ഒരു മ്യൂസിക്കും ആസ്വദിക്കാൻ കഴിയില്ല അതതിന്റെ പ്രത്യേകത ആർക്കത് കേട്ട പേടി മുടച്ചോലെ ഞാൻ ഹറാമാളെ കേട്ടുകൊണ്ടിരിക്കുന്നു ചെവി ഞാൻ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ മസാമീർ ഇതൊക്കെ അല്ലാഹു തആല ഇഷ്ടപ്പെടാത്തതല്ലയോ അല്ലേ ഇമാമുൽ ഗസാലി തങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആലാത്തുൽ ലഹ്വ് മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സുകൾ വർദ്ധിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളമാണ് അത് മറ്റൊരു വിഷയമാണ് നമ്മുടെ നിസ്സാരം മൊബൈലിൽ പോലും ഒരു മ്യൂസിക് റിംഗ് ടോൺ ഇല്ലാതെ വെക്കാൻ വയ്യ എന്തെങ്കിലും ഒച്ച ഉണ്ടാക്കണ്ടേ വരുന്നുണ്ട് എന്നറിയാൻ അങ്ങനെ നിർബന്ധിതാവസ്ഥയിലെങ്കിലും കേൾക്കേണ്ടി വരും അല്ലേ അപ്പോ ഗാനമേളകൾക്ക് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിമീങ്ങൾ ഇതായി പറഞ്ഞതിനർത്ഥം അത്തരം മ്യൂസിക് നൈറ്റുകൾ അത്തരം മ്യൂസിക് പരിപാടികൾ ഇതിനെ നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം പേരുള്ളവർ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവർ മുസ്ലിം തറവാട്ടിൽ ജനിച്ചവർ പക്ഷേ ഇവർ ഇതിന്റെ മാർക്കറ്റിംഗ് ആണ്
അബ്വാബി ജഹന്നം, നരകത്തിന്റെ വാതിലിലേക്ക് അവർ ആളുകളെ വിളിക്കുകയാണ്. ഇന്നാലിന്റെ സ്റ്റേഡിയത്തിലെ പരിപാടി, അനൗൺസ്മെന്റുകളിന് പോവുക. എന്തേ അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു. ടിക്കറ്റ് എത്ര? 10 രൂപ മുതൽ 250, 2000 വരെ എത്ര വെച്ച കുട്ടികളും. നരകത്തിലേക്ക് ഇവർ വിളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങളെ, നമുക്ക് പറ്റൂല. ഇതൊക്കെ ജായിസാണ്. ഫത്വ വരാൻ പറ്റുമോ? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിലങ്ങ് നടക്കുന്നുണ്ടോ, അയൽവക്കത്ത് നടക്കുന്നതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് പാടില്ലാത്തതാണ്. യാ അല്ലാഹ്, ഇവിടെ നമ്മൾ തോന്നിവാസം ചെയ്യരുത്. ഇതിനൊക്കെ അമുസ്ലിമീങ്ങളല്ലേ, അവർ ഗാനമേളയും പല ഇശൽ നൈറ്റുകളും ഒക്കെ നടത്തും. മ്യൂസിക് പരിപാടി നമുക്ക് പറ്റൂല. കേൾക്കാൻ ഇഷ്ടമുണ്ട്, അത് വിചാരിച്ച് ഹലാലാക്കാൻ പറ്റുമോ? കേൾക്കാൻ ഇഷ്ടാണല്ലോ. പഠിച്ചോ, എങ്ങനെ സ്ഥലം ബുർദവെയ്ത്ത് എനിക്ക് വല്ലാത്ത ഇഷ്ടം. പക്ഷെ മുട്ടും മ്യൂസിക്കൊന്നും ഇല്ലാതെ എങ്ങനെ കേൾക്കാൻ പറ്റില്ല. മ്യൂസിക്കോടുകൂടെ പറ്റൂല. അത് ആരാണ് ഹലാലാക്കുന്നത് എനിക്കറിയില്ല. അങ്ങനെ ഒരു ഫത്വ ഒരു സംഘടനയും ഖുർആനോ ഹദീസോ ഇജ്മാഅോ ഖിയാസോ ഇസ്ലാമിന്റെ ഉസൂലുകൾ മനസ്സിലാക്കുന്ന ഒരാൾക്കും അനുകൂലിച്ച് ഫത്വ വരാനും പറ്റൂല. പിന്നെ എന്താ അർത്ഥം? ഇത് തെറ്റാന്നൊക്കെ അറിയും, പക്ഷെ നമുക്കത് ഇഷ്ടമാണല്ലോ, നമ്മൾ നടത്തുക. എത്രയാ വരുമാനം? അതിന് കിട്ടുന്ന വരുമാനം കൊണ്ട് 4 കുട്ടികളുടെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. ഹറാം. വരുമാനം ഉണ്ടാക്കൽ തന്നെ ഹറാം. പിന്നെ അത് ഈ കുട്ടികളെ കല്യാണത്തിൽ കൊണ്ടുപോയി കൊളാക്കല്ല, ചെയ്യാൻ പാടില്ല. എത്ര വലിയ, അതുകൊണ്ട് ഇനി പള്ളി ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. കസ്ബ് ഹറാമാണ്. പിന്നെ അതുകൊണ്ടുള്ള ഇൻഫാഖും അള്ളാഹു സ്വീകരിക്കൂല. അപ്പോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകുന്നു. എന്താ പറഞ്ഞത്? നമ്മുടെ ഭാഷ സംസാരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ആൾക്കാർ തന്നെ അത് നടത്തിക്കോട്ടെ, കുട്ടികളല്ലേ. എന്താ ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ? ഒരു പേർഷ്യൻ ചിന്തകനുണ്ട്. അദ്ദേഹം പറയാ, നമ്മൾ കുട്ടികളല്ലേ എന്ന് വിചാരിച്ച് 15 വയസ്സ് വരെ വിടും. കുട്ടികളല്ലേ, സാരല്ല, സംസ്കാരം തുടങ്ങിയിട്ടില്ല, പോട്ടെ. 15 മുതൽ 40 വരെ യുവാവാണെന്ന ശറഅ് പറയാ. അപ്പൊ പുലർച്ചെ നടക്കുമ്പോ പറയും, ചെറുപ്പക്കാരല്ലേ, കുറച്ച് കല്യാണം ആലോചിക്കുമ്പോഴൊക്കെ ഇപ്പോ പുതിയാപ്പിളാരെ കിട്ടാൻ പ്രയാസമാണ്. അപ്പോ ഒരു 40 വയസ്സ് വരെയൊക്കെ കുതിര വിട്ട് നടക്കുമ്പോ പറയും, ചെറുപ്പക്കാരല്ലേ, പൊയ്ക്കോട്ട് എന്നല്ലേ കാസർഗോഡ് ഭാഷ പറയാം. ഈ പൊയ്ക്കോട്ട് എന്ന് പറഞ്ഞ് 40 വയസ്സ് വരെ വിട്ടു. ശരി, ഇനി 40 കഴിഞ്ഞിട്ട് നിസ്കാരം തുടങ്ങാൻ പോവാ. പിന്നെ ഒരു ഊര വളയുന്നില്ല, ഊരക്ക് വേദന, മുട്ടുംകാലിന് വേദന തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നിസ്കരിക്കാനും വയ്യ. പിന്നെ ഇപ്പൊ അള്ളാഹ്ക്ക് കൊടുക്കാൻ സമയം ഇവിടെ. ഇതാ ചോദ്യം. 15 വയസ്സിലെ കുട്ടി എന്ന് പറഞ്ഞു വിട്ട്, പിന്നെ യുവാവ് ചെറുപ്പക്കാരല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ വിട്ട്, പിന്നെ സമയമൊക്കെ ആയി നോക്കുമ്പോൾ ഇബ്രാത്ത് ചെയ്യാനും വയ്യ. പിന്നെ അള്ളാഹുവിന്റെ സമയം എവിടെ? അള്ളാഹ് കൊടുക്കാൻ നിന്റെ കയ്യിൽ സമയം എവിടെ? ഇന്ന മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ വരാനിരിക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖിന്റെ ഹദീസ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ യസ്തഹില്ലൂനൽ ഹിറാ, من يستحلون الحراء والحرير والمعازف. سبحان الله. എന്റെ ഉമ്മത്തിൽ വരാനുണ്ട് ചില ആളുകൾ, മൻ യസ്തഹില്ലൂന, ഹലാലാണെന്ന് വിചാരിക്കുന്നവരോ ഹലാലാണെന്ന് ഫത്വ കൊടുക്കുന്നവരോ വരും. ആരൊക്കെ? എന്തിനെ സംബന്ധിച്ച്? അൽ ഹിറ വൽ ഹരീറ വൽ മആസിഫ്. മറ്റൊരു ഹദീസിൽ വരിബ, പലിശ ഹലാലാണെന്നോ, സിൽക്ക് വസ്ത്രം പുരുഷന്മാർക്ക് ഹറാമാണ്, അത് പുരുഷന് ജായിസാണെന്ന് ഫത്വ കൊടുക്കുന്നവരും, വൽഹിറ, വ്യഭിചാരം പച്ചയായ ഹറാമായിരിക്കെ അത് ഹലാലാണെന്ന് പറയുന്നവരും, വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങൾ കേൾക്കുന്നതോ പഠിക്കുന്നതോ അത് കൊണ്ടു നടക്കുന്നതോ ഹലാലാണെന്ന് ഫത്വ കൊടുക്കുന്നവർ എന്റെ ഉമ്മത്തിൽ വരാനുണ്ടെന്ന് ദീർഘദൃഷ്ടിയുള്ള അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയൊക്കെ കാണും. എത്രയാൾ ആഗോളാടിസ്ഥാനത്തിൽ നോക്കിയാൽ, അങ്ങനെ ഇന്റർനാഷണൽ ലെവലിൽ നോക്കിയാൽ ഇതൊക്കെ ഹലാലാന്ന് കൊടുക്കുന്ന പണ്ഡിതന്മാരുണ്ട്. സോ കോൾഡ് സ്കോളേഴ്സ്. ചെയ്യാൻ പണ്ഡിതന്മാരല്ല, അവർ പണ്ഡിതന്മാരാണെന്ന് വിചാരിക്കുന്നവരാ. പിന്നെ യൂട്യൂബിലൊക്കെ കണ്ടാൽ പിന്നെ ആലിമായി എന്നാ വിചാരം ആൾക്കാർക്ക്. യൂട്യൂബ് ആർക്കും ചെയ്തോടെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്തായാലേ ആണ്ട് ഷെയ്ഖ് ഇമാം എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്, വിളിക്കുന്നതാണ്. പിന്നെ അവർ പറയണതൊക്കെ ദീനാന്ന് വിചാരിക്കുക. അങ്ങനെയൊന്നും ചെയ്യരുത്. ഇന്ന് വലിയ ഷെയ്ഖ് എന്നൊക്കെ പറഞ്ഞ ഗൂഗിളാണ്, ഷെയ്ഖ് ഗൂഗിൾ. മൂപ്പരോട് ചോദിച്ചാൽ എല്ലാം കിട്ടും അല്ലെ. അറബിയിൽ ടൈപ്പ് ചെയ്താൽ മസാല കിട്ടും, ഫത്വ കിട്ടും. ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്താൽ മലയാളത്തിലൊക്കെ അല്ലേ. അതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? അതൊക്കെ മനുഷ്യന്മാർ അപ്ലോഡ് ചെയ്യുന്ന സംഗതിയല്ലേ. അതിന്റെ ഒതന്റിസിറ്റി, അതിന്റെ സോഴ്സ് ഷുഡ് ബി വെരിഫൈഡ്. അത് നമ്മൾ അറിയാതെ എന്തെങ്കിലും ആർക്കെങ്കിലും കൂടുന്നൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? അല്ലെ. അങ്ങനെ വാട്സപ്പിലൊക്കെ എന്തെല്ലാം വരും, ഒക്കെ ഉറപ്പുവരുത്തുക. ഹലാൽ നല്ല ഉറപ്പുള്ള വിഷയങ്ങളുണ്ടാവും. പക്ഷെ ചിലതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ വിളിച്ചു പറയാൻ പറ്റില്ല. ചിലത് ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പോ ഇതൊക്കെ ഹലാലാണെന്ന് പറയുന്നവർ വരും, പക്ഷെ ഹറാമാണ്. ഇത് പാശ്ചാത്യന്റെ സംസ്കാരമല്ലയോ? നിശാ ക്ലബ്ബുകൾ അല്ലേ,
പാട്ടുപാടി ആസ്വദിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ ആലാപനം അല്ലെ? ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ്, ഷെയ്ഖ് സുദൈസ് അല്ലെ, അഫാസി, ഷെയ്ഖ് അഫാസി, ഷെയ്ഖ് തൊബലാവി, എന്തൊരു മനോഹരമായ ഖിറാഅത്തുകളാണ്. ഖുർആനിന്റെ ആപ്പുകൾ കിട്ടുമല്ലോ, ഖുർആൻ എക്സ്പ്ലോറിന്റെ ആപ്പുകൾ കിട്ടും, നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. മഹാന്മാരായ ഖാരിഈങ്ങളുടെ ഖിറാഅത്തിന്റെ മധുരം, അതൊക്കെ കേട്ട ഒരു മ്യൂസിക്കും പിന്നെ ആസ്വദിക്കാൻ തോന്നില്ല, ആസ്വദിക്കാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്? എല്ലാറ്റിനും ആൾക്കാരാവണ്ട, അള്ളാഹിന്റെ ആൾക്കാരാവുക. ഇത് പറഞ്ഞുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഈ പരിപാടി നിർത്തുന്നോ അല്ലെങ്കിൽ ഗാനമേള എല്ലാം നടത്താൻ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ പിന്മാറുമെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയണില്ല. വിശ്വസിക്കുന്നത് നിങ്ങൾ പിന്മാറുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. എന്നാൽ ഈ സദസ്സ് നിങ്ങൾ പുറത്തിറങ്ങി നേരം വിളിക്കുമ്പോഴേക്കും നമ്മളീ പറഞ്ഞൊക്കെ മറന്നു അല്ലേ? അതാണിപ്പോ സംഗതി. പടച്ചോനെ നേരം വെളുത്തപ്പോഴേക്ക് ഇന്നലെ രാത്രി കേട്ടതൊക്കെ മറന്നു. പിന്നെ നമ്മൾ നോട്ട് ചെയ്യാ എപ്പോഴാണ് ഗാനമേള, എത്രയാ ഫ്രണ്ട് സീറ്റിന്റെ ടിക്കറ്റ് എന്നാ പിന്നെ ചോദിച്ചു നടക്കുന്നത്. നമ്മുടെ ആളുകൾ മുസ്ലിമീങ്ങൾ, അതാണ് വിഷയം. അവരുടെ നാവ് ഇസ്ലാമിന്റെ നാവാണ്, പക്ഷെ ഹൃദയത്തിന്റെ ഉള്ളിൽ പൈശാചികത ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പക്ഷെ നമ്മൾ അറിയാതെ ഒരാളെ പെട്ടുപോയി. ഇപ്പൊ ബസ്സിൽ ഇങ്ങനെ പോവാണ്, ഡ്രൈവർ എന്ത് ചെയ്യും? നല്ല മ്യൂസിക്കിലെ പാട്ടിട്ട് വെച്ചു. ഇയാള് തസ്ബീഹ് ചൊല്ലി ദിക്റും ചൊല്ലി ഇരിക്കുകയാണ്. നല്ല 1-ാം നമ്പർ പാട്ട് വെക്കുന്നുണ്ട്, സിനിമാ പാട്ട് വെച്ചിട്ടുണ്ട്, മ്യൂസിക് വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ സമയം ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താ ചെയ്യുക? ചെവി പൊത്തിപ്പിടിച്ചാൽ ഇത് കേൾക്കും അല്ലേ? പക്ഷേ നിങ്ങളത് ആസ്വദിക്കുന്നുണ്ടോ ഇല്ലേ? ഇതാണ് വിഷയം. ഒരു നിർബന്ധിതാവസ്ഥയിൽ പെട്ടതാ. ഇഗ്നോർ ചെയ്യാ, എന്ത് ചെയ്യാൻ പറ്റും? നടന്നോട്ടെ, നമ്മൾ നമ്മുടെ പണി ചെയ്യാം. നിർബന്ധിതാവസ്ഥയാണ്. എല്ലാവർക്കും വേണ്ടി ഇടുന്നല്ല, എന്ത് ചെയ്യാൻ പറ്റും? ഒരു യാത്രയിൽ ബസ്സിലൊക്കെ അങ്ങനെ ചിലപ്പോൾ കാണാറുണ്ട്, സീറ്റുണ്ട്, പാട്ടുണ്ട് എന്നൊക്കെ പണ്ട് വിളിച്ചു പറഞ്ഞിന്. ഇപ്പൊ എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല, ബസ് സ്റ്റാൻഡുകളിലൊക്കെ. അപ്പോ സുബ്ഹാനല്ലാഹ്, നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങൾ ഇഷ്ടമാക്കേണ്ടവരാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.